75 വർഷം കഴിഞ്ഞു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട്. സ്വാതന്ത്ര്യം നമുക്ക് ആവശ്യമാണ്. പക്ഷേ മാനവരാശി രോഗം, ശാപം, ആരോഗ്യ പട്ടിണി പ്രശ്നങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. ചിന്തിക്കാത്ത ദുരിതങ്ങൾ വന്നു കയറുന്നു. മധ്യമലശ്ശേരി പാസ്റ്റർ പറഞ്ഞതുപോലെ 2019-20 എല്ലാവരും വളരെ ആഗ്രഹിച്ചു, നന്മ ആഗ്രഹിച്ചു, ആരോഗ്യ സ്വസ്ഥത ആഗ്രഹിച്ചു. പക്ഷേ ഒരു വർഷക്കാലം സ്കൂളുകൾ അടച്ചിട്ട്, കോളേജുകൾ അടച്ചിട്ട് നാം ആഗ്രഹിച്ചതിന് വിപരീതമായി ആരോഗ്യ ദേശത്ത് വലിയ വിഷയങ്ങൾ ഉണ്ടായി. ഇതിനൊക്കെ കാരണം മനുഷ്യനറിയാത്ത പാപം എന്നൊരു വിഷയം മനുഷ്യനിലുണ്ട്. സാമ്പത്തിക വിഷയങ്ങൾ, കടങ്ങൾ, ബാങ്ക് ലോണ്, രോഗങ്ങൾ, ആശുപത്രി മരുന്ന്, ഇതൊക്കെ കൊണ്ട് നേടാം. പക്ഷേ ശാപം, ആലര്യ, പാപം, മരണം, അതിന് മനുഷ്യൻ വിധേയരായിപ്പെട്ടു പോകുന്നു. അതിന് ഞങ്ങൾ ഇവിടെ അറിയിക്കുന്ന ഒരു സന്ദേശമാണ്: മറ്റൊരുവനിലും രക്ഷയില്ല. മാനവരാശി പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന് വിടുതൽ പ്രാപിപ്പാൻ നസ്രായനായ യേശു കർത്താവല്ലാതെ മറ്റൊരുവനും ഇല്ലെന്നുള്ള ആ സന്തോഷ വാർത്ത നിങ്ങളെത്ര ശാപത്തിലായാലും രോഗത്തിലായാലും വിടുവിപ്പാൻ ഒരുവനുണ്ട്. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രായനായ യേശു. ഈ ദേശം അനുഗ്രഹിക്കപ്പെടണം. ഞങ്ങൾക്ക് മറ്റൊരു ചിന്തയുമില്ല. നിങ്ങൾ നാം അനുഗ്രഹിക്കപ്പെടണം. ശാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, വിഷയങ്ങളിൽ നിന്ന്, ആലരിക പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്ന് മാനവരാശിയെ വിടിയിപ്പാൻ ഈ മല്ലശ്ശേരി മുക്ക് നിവാസികൾ ആലരിക വിടുവിക്കപ്പെടുവാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ. ആ നാമത്തെ ഉയർത്തുവാൻ ആണ് ഞങ്ങൾ ഈ പുതുവത്സര സന്ദേശ റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ തുടർന്ന് മധ്യമല്ലശ്ശേരി പാസ്റ്റർ അത് വിവരിക്കും. ഇതേ പറയാനുള്ളൂ. ഞങ്ങളും ഇതുപോലെ രോഗത്തിലും വിഷയത്തിലും ഒക്കെയായി ഞങ്ങൾക്ക് കിട്ടിയ ആശ്വാസം ഞങ്ങൾ വിളിച്ചു പറയുവാൻ ആണ് ഞങ്ങൾ ഈ 1-ാം തീയതി പുതുവത്സര ദിവസം ഹല്ലേലൂയ ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, നമ്മൾ എത്ര ശ്രമിച്ചാലും പാപം, ശത്രു, ദുഷ്ടൻ അല്ലെങ്കിൽ സാത്താൻ എന്നൊരു മണ്ഡലം, അല്ലെങ്കിൽ പൈശാചിക മണ്ഡലം മനുഷ്യനെ, മാനവ രാശിയെ പിടികൂടിയിരിക്കുന്നത് കൊണ്ട് അവർക്ക് സ്വയം രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ആത്മാവും ആണ് നമുക്ക് സ്വസ്ഥത തരുന്നത്. അതുകൊണ്ട് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന വിടുതൽ അറിയിപ്പാനാണ് ഞങ്ങൾ ഈ സന്ദേശ റാലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ദേശത്തെ ഓർത്ത്, ഭാരമനുഭവിക്കുന്നവരെ ഓർത്ത്, തലമുറയെ ഓർത്ത്, ഇന്ന് നാം ഒരുപാട് സാമ്പത്തികമായി വളർന്നെങ്കിലും വലിയ തലമുറ നമ്മൾ നിയന്ത്രിക്കുന്നതിൻ്റെ അപ്പുറമാണ് മാതാപിതാക്കളെ അനുസരിക്കാത്ത തലമുറ. അതിനെല്ലാം പരിഹാരം ഒരു വിഷയം നിങ്ങളുടെ എന്തായാലും ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു ഇതിനെല്ലാം പരിഹാരമാണ്. ആ പരിഹാരം നിങ്ങൾ അറിയാതെ പോകരുത്. അതറിയിപ്പാനാണ് ഞങ്ങൾ ഒന്നിച്ച് ഈ റാലിയിൽ ആയിരിക്കുന്നത്.